എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഗംഭീര തമാശയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങണം. VD സതീശിൻ്റെ പോസ്റ്റിൽ K സുരേന്ദ്രൻ്റെ കമൻറ്റ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായോ? മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ഒരു ചങ്ങാതി കേരളത്തിലേക്ക് വന്നായിരുന്നു. RSSൻ്റെ സർസംഘ് ചാലകാണ്. ഈ ചങ്ങാതി കേരളത്തിലേക്ക് വന്ന സമയത്ത് കേരളത്തിൽ അതിഗംഭീരമായിട്ടുള്ള സുരക്ഷയൊക്കെയാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയത്. ഇമ്മട പൈസ കൊണ്ടാണ് ഈ സുരക്ഷയൊക്കെ ഒരു RSSകാരന് ഏർപ്പെടുത്തിയതുള്ള വേറെ കാര്യം, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്തായാലും RSS പരിപാടി കേരളത്തിലെ ചില VCമാർ, വൈസ് ചാൻസലർമാർ ആ ഒരു RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലെല്ലാം RSSകാർ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര തന്നെ മന്ത്രിമാർ നിയന്ത്രിച്ചാലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തില്ല. ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത്തരം ആൾക്കാരെ എടുത്ത് പുറത്താക്കുന്ന ഒരു നടപടി കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്തിരുന്നു. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അത്തരം പരിപാടികളൊന്നുമില്ല, ചുമ്മാ മാപ്പ് പറയുകയൊക്കെ ചെയ്താൽ മതി എന്നാണ് VD സതീശിന്റെ പോസ്റ്റ്. എന്തായാലും സംഗതി കേട്ടോളൂ കേട്ടോ. RSS പരിപാടിയിൽ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വിവാദമാവുന്നുണ്ട്. മോഹൻ ഭാഗവത് പങ്കെടുത്ത RSSന്റെ 100 വർഷങ്ങൾ എന്ന സെമിനാറിലാണ് കേരള VC മോഹനൻ കുന്നുമ്മൽ, മലയാളം സർവകലാശാല VC CR പ്രസാദ്, MG സർവകലാശാല VC ഡോക്ടർ D മാവൂത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട നമ്മുടെ സർവകലാശാലകളിലെ യൂണിവേഴ്സിറ്റികളിലെ VCമാരെല്ലാം വൈസ് ചാൻസലേഴ്സ് എല്ലാം ആ ഒരു RSSന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു ഭയപ്പെടേണ്ട സംഗതി തന്നെയാണെന്ന് അർത്ഥം. എത്ര ഈസി ആയിട്ടായിരിക്കും ഇത്തരം ആളുകൾക്ക് RSS ആശയം ഈ വിദ്യാർത്ഥികളുള്ളിലേക്ക് തിരികെ കയറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. എന്തൊക്കെയായാലും ഇതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ VD സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ശരി, VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ ഇല്ലയോ എന്നല്ല, അതിനുമുമ്പ് നമുക്ക് പഴയ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആർജമുള്ള നട്ടലുള്ള മുഖ്യമന്ത്രി, മൂപ്പരുടെ വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. അത് കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കേരളത്തില് RSSന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാര് പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള MG എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു ഭീകരപ്രവർത്തനത്തിന്റെ ബാക്കി മുഖമാണ്, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിനൊക്കെ VD സതീശ് എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, സോറി കേട്ടോ, VD സതീശ മേനൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശക്തമായിട്ട് നിൽക്കണം എന്നതാണ്. അദ്ദേഹം എങ്ങനെ നിൽക്കുമെന്നേ അദ്ദേഹം എഴുതി വെച്ചൊരു പോസ്റ്റ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. നമുക്ക് വേണമെങ്കിൽ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ, കണ്ടില്ലേ? നിങ്ങൾക്ക് ആ പോസ്റ്റ് മനസ്സിലാവുന്നുണ്ടായിരിക്കുന്നു. RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവതരമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലറുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവികളോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ച് പൊറിപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VCമാരും കേരളത്തിനോട് മാപ്പ് പറയണം. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അവസാന സംഗതി എത്തുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത് ചിരിച്ചത് എന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉത്തരം തരാം. ആ ഉത്തരം കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമാവും കേട്ടോ. ഇതാണ് അതിന് ഉത്തരം. 2006 RSSന്റെ 2ാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് നടത്തിയ സംവാദത്തിൽ സതീശൻ പങ്കെടുത്ത ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് സതീശൻ ആ ഫോട്ടോ കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് ആ ഫോട്ടോ ഒരു ഓർമ്മയില്ലാട്ടോ എന്നാണ്. ഞാൻ അങ്ങനെ
ഇങ്ങനെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറയാൻ. ശരി, ഇത് കുറച്ചു കാലം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സതീശ മേനോൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇതേപോലെ RSSന്റെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കുക മാത്രമല്ല, ഗുരുജിയുടെയും ഗോൾവാർക്കറിന്റെയും ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോയുടെ താഴത്ത് കുനിഞ്ഞു നിന്നുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ താഴത്ത് കണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഫോട്ടോ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഈ പറയുന്ന ആൾ, ഈ കാണുന്ന ആൾ VD സതീശ മേനോൻ തന്നെയാണ്. പണ്ടത്തെ VD സതീശൻ, ഇപ്പോൾ VD സതീശ മേനോൻ. ഇത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് ഈ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പങ്കെടുത്ത ഇതേ മനുഷ്യനാണ് ഇപ്പോൾ വൈസ് ചാൻസലേഴ്സ് RSSന്റെ പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ മാപ്പ് പറയണമെന്ന് പറയുന്നത്. അങ്ങനെ മാപ്പ് പറയണമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് അതിന് താഴ്ത്തു പോയിട്ട് നമ്മുടെ കെ സുരേന്ദ്രൻ എഴുതിയിട്ടിരിക്കുകയാണ്, അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം മാപ്പ് പറയേണ്ടത് ആരാണ്? നമ്മുടെ VD സതീശനാണ്. ഇത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ, RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങണം. VD സതീശന് പോസ്റ്റിൽ കെ സുരേന്ദ്രൻ്റെ കമൻറ്റ് എന്ന് കൃത്യമായിട്ട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ശരി, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും കഴിഞ്ഞ തവണയൊക്കെ ഇവിടെയുള്ള പിണറായി വിജയനാണ് RSSകാരുമായി ബന്ധമെന്നൊക്കെ അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതും വേണമെങ്കിൽ കേട്ടോളൂ. RSS നേതാവിനെ ADGP പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീഎമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാർ മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച്, നിങ്ങൾക്കറിയാലോ, ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ? മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല, അതെല്ലാം പച്ചയ്ക്ക് ഒരു എന്താ പറയുക, അതൊക്കെ ഗംഭീര നുണകളാണ്. ഇലക്ഷന് മുമ്പ് തന്നെ VD സതീശ മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച പച്ച നുണകളാണ്. എന്നാൽ അതേ സമയം തന്നെ ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ RSSന്റെ പരിപാടിയിൽ ഒരു തരത്തിൽ പങ്കെടുക്കുകയും അവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ഡീൽ ഉണ്ടാക്കുകയും ഇപ്പുറത്ത് താൻ എന്തോ ഒരു വലിയ RSS വിരുദ്ധനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി ശ്രമിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത്രയേറെ ഫേക്ക് മുഖങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കൃത്യമായിട്ട് എന്താണ് ഈ ഒരു കമൻറ്റിന് നമ്മുടെ കെ സുരേന്ദ്രൻ, ഇദ്ദേഹത്തിന് ഞാൻ അംഗീകരിക്കുന്ന ആളെന്നല്ല കേട്ടോ, എന്നാലും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉളുപ്പുമില്ലാതെ ഇതിനൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. നമ്മൾ തന്നെ ഒരു കുറ്റം ചെയ്യുന്നിട്ട് അതേ കുറ്റം വേറെ ആൾ ചെയ്യുമ്പോൾ അവർ മാപ്പ് പറയണമെന്നൊക്കെ പറയുന്നത് എന്ത് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അല്ലേ? എന്താ സുഹൃത്തുക്കളെ, ബൈ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഈ RSSകാരൊക്കെ തിരികെ കയറും. അതിനുള്ള എല്ലാ സഹായവും കോൺഗ്രസ് നൽകും. ഇന്ത്യ മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ RSSനുള്ള വഴി കൃത്യമായി വെട്ടിക്കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. ബൈ അല്ലേ? അത് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ.